അഞ്ജുവിനോട് ഞാൻ കൂടുതൽ ഫ്രീഡം എടുക്കുന്നൊന്നും വിചാരിക്കരുത്. ഈ ലേഡീസിന്റെ സെലക്ഷൻ നിങ്ങൾക്കല്ലേ അറിയൂ. ഇറ്റ്സ് ഓക്കെ. റോയ് ഓർക്കുമെങ്കിലും ചെയ്തല്ലോ. സോറി. ഏയ് നത്തിങ്. ഇതെങ്ങനുണ്ട്? റോയുടെ വൈഫ് കാണാൻ എങ്ങനെ? ഫെയർ ആണോ? അതൊന്നും നോക്കണ്ട. അഞ്ജുവിന് ഇഷ്ടമുള്ള സെലക്ട് ചെയ്. I'll be okay with it. Wow. How's it? മാഡം, ഈ ഡയമണ്ട്സ് ഞങ്ങളുടെ സ്പെഷ്യാലിറ്റിയാണ്. ഹാഡ്സ് ആൻഡ് ആരോസ്, എ റെയർ കളക്ഷൻ. Oh. Actually, it suits you well. Thanks. Why don't you keep it? Hey, I'm not joking. ആനയ്ക്ക് നമുക്ക് വേറെ സെലക്ട് ചെയ്യാം. You keep it. ഏയ് വേണ്ട. റോയ് വൈഫിന് വേണ്ടി സെലക്ട് ചെയ്തല്ലേ. അവൾ എന്തിട്ടാലും കണക്കാ. You keep it. മാഡത്തിന് നന്നായി മാച്ച് ചെയ്യുന്നുണ്ട്. ഏയ് റോയ്ക്ക് ഇഷ്ടപ്പെട്ടല്ലോ, വൈഫിനും ഇഷ്ടപ്പെടും. Are you sure? You can keep it, I'm saying. I'm sure. ഇത് പാക്ക് ചെയ്തോളൂ. വീട്ടിലേക്ക് ക്ഷണിക്കാത്തതിൽ അഞ്ജുവിനൊന്നും തോന്നരുത്. അങ്ങനെ പ്രത്യേകിച്ച് ഫങ്ഷനായിട്ടൊന്നുമില്ല. പിന്നെ ഗിഫ്റ്റൊക്കെ വെറുതെ ഒരു ഫോർമാലിറ്റി. ഏയ് ദാറ്റ്സ് ഓൾ റൈറ്റ് റോയ്. ടു ബി ഓണസ്റ്റ് അഞ്ജു, ആനിയും ഞാനും രണ്ട് മനസ്സുമായിട്ടാണ് ഇന്നും ആ വീട്ടിൽ കഴിയുന്നത്. അവൾക്കും അവളുടെ ഫാമിലി മെമ്പേഴ്സിനും ഞാനൊരു ഔട്ട്സൈഡറാണ്. അവളെ വിവാഹം കഴിച്ചുകൊണ്ട് മാത്രം സൊസൈറ്റിയിൽ നിലയും വിലയും ഉണ്ടായ ഒരുത്തൻ. അഞ്ജുവിന് എൻ്റെ വിഷമം മനസ്സിലാക്കാൻ കഴിയും. ജീവിതം നമ്മളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഏതാണ്ട് ഒരേ ദിശയിലേക്കല്ലേ. അഞ്ജുവിനോടൊപ്പം കുറച്ചു നേരം സ്പെൻഡ് ചെയ്യുമ്പോൾ എന്താണെന്നറിയില്ല, ഒരാശ്വാസം. അഞ്ജു പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് റോയ്. അതോർത്ത് വിഷമിച്ചിട്ട് കാര്യമില്ല. ശ്രീക്ക് എപ്പോഴെങ്കിലും എന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്നൊരു പ്രതീക്ഷ എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഒരു പക്ഷെ അതാവാം എനിക്ക് ശ്രീ ഇപ്പോഴും വെറുക്കാൻ പറ്റാത്തതിന്റെ കാരണം. ഐ ഹോപ്പ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. Hello, Priya. How are you, baby? Shall I come now? എത്ര? 17. ആ ചുമ്മാ തള്ളുക. ഡേ എന്ത് പോ. Yeah, you're coming to it, baby. Okay, let's go for one more set. മതി ഇന്നത്തേക്കായി. Dolly? Yeah. I may look so young. Today I completed 59. Oh. Tomorrow I'm going to do 69. Thank you. Come. Roy, Yeah?
Good morning, Roy. വെരി ഗുഡ് മോർണിംഗ്. You got a visitor, Roy. One Miss Daisy. അഞ്ജു സ്പോക്ക് ടു മീ. ഐ കോൾ ഹർ. Okay. കുമാരന്റെ കല്യാണത്തിനടുത്ത സാരി അല്ലേ ഇത്? ഐ റിമെമ്പർ. Come on, Roy. കൊല്ല്. Baby, baby, baby. ഹലോ താര, പ്ലീസ് സെൻഡ് ഡേസി ഇൻ. പ്ലീസ് ആയിരിക്കണേ. May I come in? യാ പ്ലീസ് പ്ലീസ് സിറ്റ്. Thanks. ഹായ്. Hi. ഡേസി അഞ്ജുവിൻ്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു അല്ലേ? അഞ്ജുവിന്റെ ജൂനിയർ ആയിരുന്നു സർ. ഓ, പക്ഷെ കാണാൻ ഡേസിയാണ് കുറച്ചും കൂടി യങ്. യുവ് ഗോട്ട് എ ഗുഡ് സ്മൈൽ. താങ്ക്സ്. ഡേസിയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ആഹാ, മോളങ്ങ് കേറിയായിരുന്നോ? കാറ് പാർക്ക് ചെയ്യാൻ സ്ഥലമില്ലാതെ ഞാൻ ആകെ അങ്ങ് ചുറ്റിപ്പോയെന്നേ. ഡേസിയുടെ അങ്കിൾ? അയ്യോ അല്ല സർ, എന്റെ ഹസ്ബൻഡാ. ഓ, ഹായ് സർ. ചമ്മിപ്പോയി അല്ലേ? കുഴപ്പമില്ല, പലരും എൻ്റെ മുമ്പിൽ ഇങ്ങനെ ചമ്മിയിട്ടുള്ളതാ അല്ലേ ഡേസി? ഓൾറൈറ്റ്. ഈ ഫേമിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, സ്റ്റൈൽ ഓഫ് വർക്ക്, അതിനെക്കുറിച്ചൊക്കെ അഞ്ജന പറഞ്ഞിട്ടുണ്ടാവുമല്ലോ. ഡേസിയുടെ ക്വാളിഫിക്കേഷനൊക്കെ വെച്ച് ആ, ക്രിയേറ്റീവ് സെക്ഷനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബട്ട് there I expect 100% commitment from you, Daisy. Is it okay? Sure sir. 101% ഉറപ്പിക്കാം. അക്കാര്യത്തിൽ ഡേസിയെ കഴിഞ്ഞേ മറ്റാരേ ഉള്ളൂ. ആ, പിന്നെ there is one more thing. ഞങ്ങളുടെ ക്ലയൻസിൽ ചില ഫോറിനേഴ്സും ഉണ്ട്. അവരുടെ ടൈമിംഗ് അനുസരിച്ച് ഫ്ലെക്സിബിൾ ആവേണ്ടി വരും. യു ഷുഡ് ബി അവൈലബിൾ 24/7. അതൊന്നും പ്രശ്നമല്ല സാറേ. സാറിന് എപ്പോൾ ആവശ്യമുണ്ടാലും ഒരു കാറിന് അയച്ചാൽ മതി, അവിടെ ഇനി വരത്തില്ലയോ? ഉറപ്പാണല്ലോ. ഞാൻ ഗ്യാരണ്ടി. ആ, ഇച്ചേ, ഹസ്ബൻഡ് നല്ല കോപ്പറേറ്റീവ് ആണ്. അയ്യോ, ദുബായിലെ ഷേക്കും ഇത് തന്നെ പറയുന്നത്. ഓ, is it? Well, അപ്പോൾ പിന്നെ പേയ്മെന്റിന്റെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? അയ്യോ, കാശൊന്നൊരു പ്രശ്നമല്ലെന്നേ. ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ എവക്കൊരു എന്റർടൈൻമെന്റ്, അത്രേ ഉള്ളൂ, അല്ലയോ? അപ്പോൾ സാറ് പോയി കഴിഞ്ഞ് ഡേസി ജോയിൻ ചെയ്തു മതി. നീ നോക്കിക്കോടാ, എൻ്റെ മോനെ ഞാൻ ഇതുപോലൊരു പോപ്പ് സിംഗറാക്കും. എൻ്റെ ആഗ്രഹം ഞാൻ സാധിക്കും ഡോളിലൂടെ. അതിനെന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്തു തരാം. സഹായിക്കാൻ വന്നിരിക്കുന്നു. എന്നാ പണിയാ എന്നെ കാണിച്ചേ? ഞാൻ പറഞ്ഞില്ലേ വന്നിട്ടേ തുടങ്ങാവുള്ളൂ. ഞങ്ങൾ തുടങ്ങിയില്ലല്ലോ, തോമച്ചൻ ഇരിക്കേ. പിന്നെ 100 കിലോമീറ്റർ സ്പീഡിൽ കാർ ഓടിച്ചാ വരുന്നത്. ഈ കേരളത്തിലെ റോഡിലോ? 100 ഒരു 80. അതൊക്കെ പോട്ടെ, നിന്റെ സംഭവ ബഹുലമായ ദുബായ് വിശേഷങ്ങളെ കുറിച്ച് പറ. ആദ്യം ഒന്ന് പിടിപ്പിരുത്തോ മച്ചാ, നോർമൽ ആവട്ടെ. ആ, വിശേഷമൊക്കെ ഇപ്പൊ ഇവിടെ അല്ലയോ? കഴിഞ്ഞ ആഴ്ച ഞാൻ നിന്റെ ഭാര്യയെ കണ്ടിരുന്നു, ഇന്ദു. ഓ, നിന്റെ പഴയ ഇന്ദു. അളിയാ, നീ അവളെ വിട്ടത് നന്നായി. ഞാൻ വെറുതെ വിശേഷങ്ങൾ അറിയാനൊന്ന് കയറിയതാ. എന്നെ പറയാനാ, ഒരു 3 മണിക്കൂർ എന്നെ പിടിച്ചങ്ങിരുത്തി. തുടങ്ങി നിന്നെക്കുറിച്ചുള്ള കുറ്റം പറച്ചിൽ. ഓ, എന്നെ ഒലിപ്പിലിടാവേ. അവസാനം ഇറങ്ങാൻ നേരം എന്റെ കയ്യെ കയറി പിടിച്ചൊരു ചോദ്യം, ഇനി വരില്ലേ എന്ന്. നിർത്തടാ, അവൾ ഒരിക്കലും അങ്ങനെ പറയില്ല. ആ വിശ്വാസം നിനക്ക് ഇപ്പോഴും ഉണ്ടല്ലേ? എടാ, നീ വലിയ കോപ്പാണെന്ന് പറഞ്ഞ് അവളെ ഇട്ടിട്ട് പോയിട്ട് ഇപ്പൊ എന്തായി? നീ ഒറ്റയ്ക്ക് തെണ്ണി നടന്നു തീരും. വലിയ സ്നേഹവും പറഞ്ഞ് ഒലിപ്പിച്ചോണ്ട് ഒരുത്തി കൂടുണ്ടല്ലോ ഇപ്പൊ. നീ നോക്കിക്കോ, ഒടുവിൽ ഇതും ഗോപിയ. എടാ, നമ്മൾ സ്നേഹിക്കുന്നവരല്ല, ഒടുവിൽ നമ്മളെ സ്നേഹിക്കുന്നവരൊപ്പം കാണുന്നു.